ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ തൊട്ട് നമുക്ക് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ് കേട്ടോ, ദോശ. അപ്പോൾ ദോശ ഇവിടെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കറി ആക്കട്ടെ കേട്ടോ. കറി നമുക്കിന്ന് ചട്നിയാണ് കേട്ടോ. അപ്പോൾ ചട്നിക്കുള്ള ഒരുക്കങ്ങൾ കൂട്ടട്ടെ. അങ്ങനെ ഇതട്ടോ ചട്നി ഇവിടെ ആയി. നമുക്ക് കുട്ടികൾക്ക് ചായ കൊടുക്കാം കേട്ടോ. ഇതട്ടോ അങ്ങനെ കുട്ടികളും ഞങ്ങളൊക്കെ ചായടി കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ബാക്കിയുള്ള പണിയിലേക്ക് നിന്നിട്ടോ. അങ്ങനെ ഇതാ ഉപ്പേരി ഇവിടെ തൂങ്ങിട്ടോ. ഉപ്പേരി തൂമിച്ചോ. ഇതാ ചോറ് ഇവിടെ ഊറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ നമുക്കുള്ളത് ഉണക്കലാണ് കേട്ടോ, മാന്തൾ. പിന്നെ ഇതൊക്കെ നമുക്ക് കഴുകാനുള്ള പാത്രങ്ങളാണ് കേട്ടോ. ഒക്കെ നമ്മൾ ഒരുമിച്ചെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ കഴുകണത്. ഇതൊക്കെ ഒരുക്കട്ടെ. ഇതൊക്കെ കഴിഞ്ഞാൽ പിന്നെ നമ്മളെ പണി കഴിഞ്ഞിട്ട് പിന്നെ അടിച്ച് തുടക്കാൻ മാത്രമേ ഉള്ളൂ. അത് നമ്മൾ കുട്ടികൾ കുളിച്ച് കയറുമ്പോൾ അപ്പം അങ്ങനെ അടിച്ചു തുടക്കാൻ എഴുതിയിട്ടുണ്ട്. അതാണ് കേട്ടോ നമ്മളെ വീട്ടിൽ ലാസ്റ്റ് എടുക്കണ പണി, അല്ലാതെ കാര്യമല്ല ഗൈസ്. കുട്ടികളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പുറത്തേക്ക് ഇറങ്ങി നടക്കുമല്ലോ. അപ്പോൾ വീണ്ടും പരക്കും. എന്നാൽ തന്നെ നമ്മളൊരു ദിവസം ഒരു വട്ടമൊന്നുമല്ല കേട്ടോ തുടക്കൽ. ഇവിടെ 2-3 പ്രാവശ്യം തുടക്കണം. അപ്പം അങ്ങനെ ഇതൊക്കെ ആയിട്ടോ. എന്നപ്പോൾ ഉച്ചക്കത്തേക്ക് ഇതൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. ഇതട്ടോ കറി നമ്മൾ തണുപ്പ് വിടാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാക്കിയാൽ മതി. ഇതിപ്പോൾ ഇന്നലെ നമ്മൾ വെച്ചിട്ടുള്ള പരിപ്പും കുമ്പളങ്ങി തക്കാളിയാണ് കേട്ടോ. അപ്പോൾ ഈ കറി മതി നമുക്ക് ഉച്ചത്തേക്ക്. പിന്നെ വൈകുന്നേരത്തേക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് നോക്കാം കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ ലഞ്ച് ടൈം ആയിട്ടോ. വാഴക്കുപ്പേരി ഉണ്ട്, ഉണക്കമീൻ വെച്ചതുണ്ട്, കറി കുമ്പളങ്ങിയും ഇതൊക്കെ വെച്ചിട്ടുള്ള കറിയൊക്കെ കൂട്ടിയിട്ടാണ് കേട്ടോ. അപ്പം ഇന്നത്തെ നമ്മളെ ലഞ്ച്. പിന്നെ ഒരു ചമ്മന്തി കൂടെ ഉണ്ടായിരുന്നു കേട്ടോ, അത് ഞാൻ കാണിക്കാൻ മറന്നു പോയതാണ് കേട്ടോ. അപ്പോൾ വൈകുന്നേരം ആയിട്ടോ. അപ്പോൾ വൈകുന്നേരം എന്ന് പറഞ്ഞാൽ ഏകദേശം 6 മണിയോടെ അടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോഴാണ് 6 മണിയോടെ അടുത്തിട്ടൊന്നുമില്ല, 5:30 ആയിട്ടുള്ളൂ കേട്ടോ. ഞാൻ 6 മണിയൊക്കെ ആയിരുന്നു കരുതിട്ടോ. കുട്ടികൾ അതുപോലെ പായസം വേണമെന്ന് പറഞ്ഞ് തിരക്കൂട്ടിയപ്പോൾ ഞാനിതാ പായസം വെക്കാൻ കേട്ടോ. സേമിയ പായസമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ പായസമൊക്കെ റെഡിയാക്കട്ടെ കേട്ടോ. അപ്പോൾ അങ്ങനെ കേട്ടോ നമ്മൾ പായസം ഇവിടെ റെഡിയായി. പിന്നെ പായസത്തിന് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഒരു കോൾ വന്ന് അങ്ങനെ ആ ഒരു കോളിൽ അങ്ങനെ നിൽക്കാം കേട്ടോ ചെയ്ത്. അപ്പം ഇനി ഇത് ചൂടാറിയിട്ട് നമ്മൾ മക്കളെല്ലാവർക്കും കൊടുക്കാമല്ലേ. അപ്പോഴത്തേക്ക് ജംഷീൻ വരും കേട്ടോ. അപ്പോൾ ജംഷീൻ ഇന്നും പോയിക്കേട്ടോ. എന്നുള്ള ചെറിയ ആദിനെയും കൊണ്ട് അവൻ്റെ പല്ല് കാണിച്ചു കൊടുക്കാനായിട്ട്, പല്ല് വേദന ഉണ്ടോഞ്ഞ് അപ്പോൾ അത് കാണിച്ചു കൊടുക്കാനായിട്ട് പോയതാണ്. അപ്പോൾ നമ്മൾ സേമിയ പായസം ഇവിടെ റെഡി ആയിട്ടോ. ഞാൻ ഫ്ലെയിം ഓഫ് ആകട്ടെ കേട്ടോ. അങ്ങനെ ജംഷീറ്റും വന്നു കേട്ടോ. ഒരു വന്നപ്പോൾ കൂടുന്നതാണ് കേട്ടോ ഈ ഒരു മിനി ഐസ്. ഇത് നല്ല റീഫ്രഷിങ് കിട്ടുന്ന ഒരു ഐസാണ് കേട്ടോ നമുക്ക്. അപ്പോൾ ഇതെല്ലാവർക്കും ഒന്ന് കൊടുക്കട്ടെ കേട്ടോ ആദ്യം. പിന്നെ അങ്ങനെ വൈകുന്നേരം നമ്മൾ കൂടുതൽ വീഡിയോസ് എടുക്കാനായിട്ടൊന്നുമില്ല കേട്ടോ. പിന്നെ പായസമൊക്കെ കുടിച്ച് പിന്നെ ഫുഡും കഴിച്ച് അങ്ങനെ പിന്നെ ഞങ്ങൾ കടന്നു കേട്ടോ. പിറ്റത്തെ ദിവസം പോകണ്ടേ എന്നുള്ളതിലേക്ക് ഞങ്ങളെല്ലാവരും അങ്ങനെ കുറച്ച് നേരം അങ്ങനെ സംസാരിച്ച് അങ്ങനെ ഞങ്ങൾ കിടക്കുകയാണ് കേട്ടോ ചെയ്തത്. പിന്നെ കൂടുതലായിട്ട് വിശേഷങ്ങളൊന്നുമില്ല. ഈ വിശേഷങ്ങളും ഉണ്ടോ വെച്ചാൽ നമ്മളെ സംസാരങ്ങളും അങ്ങനെ സംഭവങ്ങളൊക്കെ ഉൾപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് വീഡിയോ ഒക്കെ ഒരുപാട് ലോങ് ആയിട്ട് പോകും കേട്ടോ. പക്ഷെ അത് കാരണം നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ വീഡിയോസ് ഇവിടെ നിന്ന് എടുക്കാത്തത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ.